ബന്ദി കൈമാറ്റത്തിന്റെ കരാർ ലംഘിച്ച ഇസ്രായേൽ ആദ്യം അത് തിരുത്തിയിട്ട് വാ, എന്നിട്ട് മതി ഇനി ചർച്ചകൾ നടത്തിയതെന്ന് പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹമാസ്. ഫെബ്രുവരി 27 ശനിയാഴ്ച വിട്ടയച്ച 6 ബന്ദികൾക്ക് പകരമായി 620 പലസ്തീൻ തടവുകാരെ കൈമാറാതെ ഇസ്രായേലുമായി ഇനി ചർച്ചയില്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം. ആദ്യഘട്ട ബന്ദി കൈമാറ്റ കരാർ ഈ മാസത്തോടെ അവസാനിക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. നിലവിലെ കരാർ ലംഘിച്ചിട്ട് ഇനി പുതിയ കരാറിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ഹമാസിന്റെ ചോദ്യം. സത്യത്തിൽ വളരെ ശാന്തമായി നടന്നു വന്നിരുന്ന ബന്ദി കൈമാറ്റം പെട്ടെന്ന് നിർത്താൻ എന്ത് കാരണമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു ചുംബനമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് എന്നതാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് ചുംബനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ പോകുന്ന ഒന്നായിരുന്നു ഹമാസ് പോരാളികൾക്ക് ലഭിച്ച ചുംബനം. 1.5 വർഷക്കാലത്തോളം ഹമാസിന്റെ തടവിൽ ബന്ദിയാക്കപ്പെട്ട ഇസ്രായേലി പൗരനാണ് തന്റെ മോചന സമയത്ത് ഹമാസ് പോരാളികൾക്ക് ചുംബനം നൽകിയത്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിക്കാറായ ഘട്ടത്തിൽ ബന്ദികളായ ഒമർ ബംഗട്ട്, ഒമർ ഷം ടോം, ഏലിയ കോഹൻ എന്നിവരെയാണ് ഹമാസ് ഒടുവിലായി മോചിപ്പിച്ചത്. ഹമാസ് പോരാളികൾ മൂവരെയും വേദിയിലേക്ക് കൊണ്ടുവന്ന് മോചന സർട്ടിഫിക്കറ്റുകൾ കൈവശം വെച്ചുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ കൈവീശി കാണിച്ച് പരേഡ് നടത്തുകയും ചെയ്തതിനിടെയാണ് ഇസ്രായേലിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ച സംഭവമുണ്ടായത്. ബന്ദികളിൽ ഒരാളായ ഒമർ ഷം ടോവ് മുഖംമൂടി ധരിച്ച ഒരു ഹമാസ് സൈനികന്റെ തലയുടെ പിൻഭാഗത്ത് പിടിച്ച് പുഞ്ചിരിക്കുകയും ശേഷം അയാളുടെ നെറ്റിയിൽ പെട്ടെന്നൊരു ചുംബനം നൽകുകയുമായിരുന്നു. പിന്നാലെ വേദിയിലുണ്ടായിരുന്ന മറ്റൊരു മുഖംമൂടി ധരിച്ച ഹമാസ് സൈനികനും അയാൾ ചുംബനം നൽകി. ഇതോടെ ബന്ദിമോചനം കാണാനെത്തിയ ഫലസ്തീനികൾ ഉച്ചത്തിൽ ആർപ്പുവിളികൾ ഉയർത്തി. നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോ ലോകം മുഴുവൻ പ്രചരിച്ചത്. 1.5 വർഷക്കാലത്തോളം ഹമാസിന്റെ തടവിലായിരുന്നിട്ടും അവിടെ നിന്നും മോചിപ്പിക്കപ്പെടുന്ന വേളയിൽ തങ്ങളെ പിടിച്ചുകൊണ്ടുപോയി തടവിലിട്ടവർക്ക് ചുംബനം നൽകണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഹമാസ് സൈനികർ എത്രത്തോളം മികച്ച രീതിയിലാകും അവരെ പരിപാലിച്ചിട്ടുണ്ടാകുക എന്നൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ഇതുതന്നെയാണ് പ്രശ്നമായതും. മറുവശത്ത് ഇസ്രായേൽ മോചിപ്പിക്കുന്നവർ നരകയാതനയും പേറി വരുമ്പോൾ ഫലസ്തീനിൽ നിന്ന് പോകുന്നവർ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. ചുംബനത്തിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഈ താരതമ്യവും ചർച്ചയായി. ഇതിൽ പ്രകോപിതമായാണ് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനായി അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചത്. ഹമാസ് നടത്തിയത് അപമാനകരമായ ചടങ്ങാണെന്നും ഇത്തരം ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ള ബന്ദി കൈമാറ്റം അംഗീകരിക്കില്ലെന്നുമാണ് നെതന്യാഹു സംഭവത്തിന് പിന്നാലെ പ്രതികരിച്ചത്. ഫലസ്തീൻ തടവുകാർക്ക് നൽകിയ വസ്ത്രത്തിൽ മറക്കില്ല, ഞങ്ങൾ പൊറുക്കില്ല എന്ന് ചാപ്പകുത്തി അതിൻ്റെ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഇസ്രായേൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. തങ്ങൾക്ക് തോന്നുന്നത് എല്ലാം ചെയ്യാം, മറ്റുള്ളവർക്ക് ന്യായമായതുപോലും പാടില്ലെന്ന തിയറിയാണ് ഇസ്രായേൽ കൊണ്ടു നടക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ബന്ദികളുടെ മോചനം ഇസ്രായേൽ തടഞ്ഞു വെച്ചു. ഇതോടെയാണ് ഹമാസ് ഇനി ചർച്ചയ്ക്കില്ലെന്ന തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് എത്തിയത്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ നീക്കം മാത്രമാണിതെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. അതിനിടെ പ്രതിസന്ധി പരിഹരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ശക്തമായ ശ്രമങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ദിവസം ഇസ്രായേലിലെത്തും. എന്നാൽ ഗസക്കുമേൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക തുടരുകയാണ്. മറുവശത്ത് വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ പിടിമുറുക്കാനും ആരംഭിച്ചിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.